മയക്കുമരുന്ന് ഉപയോഗിച്ച ശേഷം രോഗികളെ പരിശോധിക്കുകയും കോടതിയിൽ വാദിക്കുകയും വിമാനം പറത്തുകയും ചെയ്താൽ എങ്ങനെയിരിക്കും? പഞ്ചനക്ഷത്ര ഹോട്ടൽ കേന്ദ്രീകരിച്ച് നടന്ന വൻ മയക്കുമരുന്ന് പാർട്ടിയിൽ പങ്കെടുത്തത് ഡോക്ടറും അഭിഭാഷകനും ഏവിയേഷൻ വിദ്യാർത്ഥിനിയും ഒക്കെയാണെന്നറിയുമ്പോഴാണ് നാം വല്ലാതെ ഭയക്കേണ്ടിയിരിക്കുന്നത്. ഈ ഡോക്ടറൊക്കെ പരിശോധിക്കുന്ന രോഗിയുടെ അവസ്ഥ, ഫ്ലൈറ്റിൽ കയറുന്ന യാത്രക്കാരുടെ അവസ്ഥ, അഭിഭാഷകന് മുന്നിൽ ഇരിക്കേണ്ടി വരുന്ന ജഡ്ജിയുടെ അവസ്ഥ. കൊച്ചിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ കൊക്കൈനും മെത്താഫിറ്റമിനും ഹൈബ്രിഡ് കഞ്ചാവും അടങ്ങിയ മാരകലഹരികൾ ഉപയോഗിക്കുന്നതിനിടെ പിടിയിലായ പ്രതികളിൽ പലരും ഉന്നത പദവിയിൽ ജോലി ചെയ്യുന്നവർ. പന്തളം സ്വദേശിനിയായ ദന്ത ഡോക്ടർ ബെൻസി റാവുത്തർ, ഫിസിയോതെറാപ്പിസ്റ്റ് സെയ്ദലി ഫാത്തിമ, കണ്ണൂർ സ്വദേശിനി ഏവിയേഷൻ വിദ്യാർത്ഥിനി അമൽ റൌഫ്, കലൂർ സ്വദേശികളായ അഭിഭാഷകൻ രോഹിത് നായർ, റെസ്റ്റോറന്റ് ഉടമ ഓസ്റ്റിൻ ജോസ്, ബിസിനസ്സുകാരനായ ജിനോ മുരളി, ആലപ്പുഴ സ്വദേശി ന്യൂട്രീഷനിസ്റ്റ് അക്ബർ ഷാ എന്നിവരാണ് കപ്പലിലെ പാർട്ടിക്ക് ശേഷം പഞ്ചനക്ഷത്ര ഹോട്ടലിൽ മയക്കുമരുന്നിൽ ആറാടുമ്പോൾ പിടിയിലായത്. തിരുവനന്തപുരം ശംഖുമുഖം സ്വദേശിയും ഇവന്റ് മാനേജ്മെന്റ് ഉടമയുമായ ഷാജി ഫെർണാണ്ടോയാണ് സംഘത്തലവൻ. ഷോൺ എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന ഷാജിയാണ് പാർട്ടി അറേഞ്ച് ചെയ്തത്. പ്രതികളിൽ പലരും മയക്കുമരുന്നിന് അടിമകളാണെന്നാണ് ലഭിക്കുന്ന പ്രാഥമിക റിപ്പോർട്ടുകൾ. ഏതായാലും ഡോക്ടറും പൈലറ്റും വക്കീലുമൊക്കെ മയക്കുമരുന്നിനടിമകളായി ജോലി ചെയ്യുന്ന അവസ്ഥ ഭീകരം തന്നെ. മലയാളം ടെലിവിഷൻ, കൊച്ചി. Never seen before designs. നിങ്ങളുടെ സ്നേഹത്തോളം പ്യൂർ ആൻഡ് പ്രഷ്യസ്, ഹൃദയം തൊട്ടറിഞ്ഞുള്ള സർവീസ്. കവിത ഗോൾഡൻ ഡയമണ്ട്സ് പോലെ തീർത്തും വേഴ്സറ്റൈൽ. കവിത ഗോൾഡൻ ഡയമണ്ട്സ്, the versatile jewelry.